പതിവ് പോലെ ഒരു പകൽ കൂടി അവസാനിക്കുന്ന നേരം. എവിടെയോ പോയിട്ട് എൻ്റെ വാനിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചുറ്റും ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. കിഴക്കോട്ട് ദർശനമുള്ള എൻ്റെ വീടിൻ്റെ മുന്നിലായി അടുക്കളയുടെ ഭിത്തിക്ക് നേരെ മുൻഭാഗം വരുന്ന രീതിയിലാണ് ഞാൻ വാൻ നിർത്തിയിട്ടത്. വീടിന് ചുറ്റുമുള്ള അന്തരീക്ഷം അപ്പോൾ തികച്ചും ശാന്തമായിരുന്നു. അടുത്തൊന്നും മറ്റു വീടുകളില്ല. വലിയ മരങ്ങളോ ഇരുട്ട് തങ്ങി നിൽക്കുന്ന കാവുകളോ ഒന്നുമില്ലാത്ത, കാഴ്ചയ്ക്ക് മറവില്ലാത്ത തുറസായ പറമ്പാണത്. ചെറിയ ചെടികൾ കൊണ്ട് മാത്രം അതിര് തിരിച്ചിട്ടുള്ള ആ അതിരുകളിൽ സന്ധ്യയുടെ നേരിയ വെളിച്ചം പതുക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ആ വിജനതയായിരിക്കാം ആ സ്ഥലത്തിന് എപ്പോഴും ഒരു പ്രത്യേക നിശബ്ദത നൽകിയിരുന്നത്. യാതൊരു അസ്വാഭാവികതയും തോന്നാത്ത തികച്ചും സാധാരണമായ ഒരു സായാഹ്നമായിരുന്നു അത്. വീട്ടിൽ കയറി പതിവ് പോലെ ചായ കുടിച്ചു. കുറച്ചു നേരം ടി വി കണ്ട് വിശ്രമിച്ചു. അതിനിടയിൽ എപ്പോഴോ അച്ഛനും ജോലി കഴിഞ്ഞെത്തിയിരുന്നു. അന്നത്തെ ദിവസത്തെ ക്ഷീണം കാരണം പതിവിലും വേഗം വീടൊന്ന് ശാന്തമായതുപോലെ തോന്നി. ചുറ്റുമുള്ള വിജനമായ പറമ്പിലേക്കും മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന എൻ്റെ വാനിലേക്കും രാത്രിയുടെ കനത്ത നിശബ്ദത പടർന്നു കയറുകയായിരുന്നു. സമയം ഏകദേശം 9:20 കഴിഞ്ഞിട്ടുണ്ടാകും. രാത്രിയുടെ നിശബ്ദതയിലേക്ക് അപ്രതീക്ഷിതമായ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നു. വീട്ടുകാരെല്ലാവരും അപ്പോൾ വീടിനകത്ത് തന്നെയായിരുന്നു. സംസാരിക്കാനായി ഞാൻ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. നേരെ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാനിനടുത്തേക്ക് നടന്നു. വണ്ടിയുടെ പിൻസീറ്റിൽ കയറി ഡോർ അടച്ചാണ് ഞാൻ സംസാരിക്കാനിരുന്നത്. ഇടത്തേക്കാൽ മുകളിലേക്ക് പൊക്കി സീറ്റിൽ വെച്ച് വണ്ടിയുടെ സൈഡ് ഡോറിലേക്ക് ചാരിയിരുന്നായിരുന്നു എൻ്റെ സംസാരം. പുറത്ത് ഇരുട്ട് കൂടുതൽ കനത്തിരുന്നു. അടുത്തൊന്നും മറ്റ് വീടുകളോ ആളനക്കങ്ങളോ ഇല്ലാത്ത തുറസായ ആ പറമ്പിൽ ഞാനും എൻ്റെ ഫോൺ സംസാരവും മാത്രം. ഇനി നടന്ന കാര്യങ്ങളെല്ലാം വെറും 5 മിനിറ്റിനുള്ളിലാണ് സംഭവിക്കുന്നത്. സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ തികച്ചും അസ്വാഭാവികമായി എൻ്റെ നോട്ടം വണ്ടിയുടെ പിൻഗ്ലാസിലേക്ക് പാളി. പുറത്തെ ഇരുട്ടും വണ്ടിയുടെ സ്ഥാനവും കാരണം പിൻഗ്ലാസിലൂടെ വണ്ടിക്ക് പുറകുവശത്തെ കാഴ്ചകൾ കാണാമായിരുന്നു. എൻ്റെ അടുക്കളയിലെ ഭിത്തി ആ ഗ്ലാസിൽ വളരെ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. ആ പ്രതിഫലനത്തിലേക്ക് നോക്കി ഫോണിലൂടെയുള്ള സംസാരം ഞാൻ തുടർന്നു. ഗ്ലാസിലെ പ്രതിഫലനത്തിലേക്ക് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണുകളിലേക്ക് പെട്ടെന്നാണ് ആ കാഴ്ച വന്നുപെട്ടത്. വണ്ടിക്ക് മുന്നിലുള്ള അടുക്കളയുടെ മതിലിനടുത്ത് സൈഡിൽ നിന്നും പുകമഞ്ഞ് പോലൊരു ഗോളം നീങ്ങി വരുന്നു. ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അത്ര പൊക്കമുണ്ടാകുമോ, അതിൻ്റെ പകുതി പൊക്കമേ ആ പുകഗോളത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞാനൊന്ന് സംശയിച്ചു. ഒരുപക്ഷെ അത് തറവാട്ടിലെ പട്ടിയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് ആദ്യം വിശ്വസിച്ചു. എന്നാൽ അടുത്ത നിമിഷം എൻ്റെ ധാരണ പൂർണ്ണമായും തെറ്റി. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നിമിഷം നേരം കൊണ്ട് ആ പുകമറ അവിടെ നിന്നും മാഞ്ഞുപോയി. പുക മാറിയപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അയാൾക്ക് തലയുണ്ടായിരുന്നില്ല. അങ്ങേയറ്റം നരച്ച നിറം മങ്ങിയ ഒരു കാവ്യമുണ്ടായിരുന്നു ആ രൂപത്തിൻ്റെ വേഷം. ഏകദേശം 29-30 വയസ്സ് പ്രായം തോന്നിക്കുന്ന നല്ല വെളുത്ത് നിറമുള്ള ഒരു ശരീരം. അയാളുടെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും, അതായത് തല ഉണ്ടായിരിക്കേണ്ട ഭാഗത്തു നിന്നും കറുത്ത പുക പുറത്തേക്ക് വമിക്കുന്നുണ്ടായിരുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എൻ്റെ കൺമുന്നിൽ ആ പിൻഗ്ലാസിലെ പ്രതിഫലനത്തിൽ തെളിഞ്ഞ ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമായിരുന്നു. തലയില്ലാത്ത ആ രൂപം വണ്ടിക്ക് മുന്നിൽ അനങ്ങാതെ നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടിട്ടും അത്ഭുതകരമെന്ന് പറയട്ടെ, എനിക്ക് യാതൊരുവിധ പേടിയും അപ്പോൾ തോന്നിയില്ല. തികച്ചും ഒരു സാധാരണ മനുഷ്യനെ കാണുന്ന ലാഘവത്തോടെയാണ് ഞാൻ അയാളെ നോക്കിക്കണ്ടത്. പക്ഷേ എൻ്റെ കണ്ണുകളെ എനിക്ക് തന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണാ, നീ കാണുന്നത് സത്യമാണോ എന്ന് ഞാൻ മനസ്സിൽ എന്നോട് തന്നെ ചോദിച്ചു. ഇതൊരു സ്വപ്നമോ വെറും തോന്നലോ ആണോ എന്നുറപ്പിക്കാൻ ഞാൻ എൻ്റെ കയ്യിൽ ഒന്ന് പിച്ചു നോക്കി. വേദന അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉണർന്നിരിക്കുകയാണ്. അപ്പോഴും ആ രൂപം യാതൊരു മാറ്റവുമില്ലാതെ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ നിമിഷം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എന്തുതന്നെയായാലും ആ ഗ്ലാസ്സിൽ നിന്നും കണ്ണെടുക്കരുത്. നോട്ടം മാറ്റിയാൽ ചിലപ്പോൾ ആ രൂപം അപ്രത്യക്ഷമായേക്കാം. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് കണ്ണ് മാറ്റി നേരിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അതിനെ കാണാൻ സാധിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ ആ പിൻഗ്ലാസ്സിലെ പ്രതിഫലനത്തിൽ തന്നെ കണ്ണു നട്ട് അയാളിനി എന്താണ് ചെയ്യാൻ പോകുന്നത് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ കണ്ണുകൾ ഒരു നിമിഷം പോലും ആ രൂപത്തിൽ നിന്നും മാറ്റിയില്ല. കണ്ണെടുക്കാതെ ആ രൂപത്തെ തന്നെ നോക്കിയിരിക്കെ
പെട്ടെന്ന് അയാൾ അനങ്ങി തുടങ്ങി. വണ്ടിക്ക് മുന്നിൽ നിന്നിരുന്ന ആ രൂപം എൻ്റെ വീടിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞ് നടക്കാൻ ആരംഭിച്ചു. ഏകദേശം 2 അടിയോളം അയാൾ മുന്നോട്ട് വെച്ച് കാണും. ഇനിയും നോക്കിയിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ചാടി പുറത്തേക്കിറങ്ങി. ഗ്ലാസ്സിലൂടെ കണ്ട രൂപത്തെ നേരിട്ട് കാണാമെന്ന ഉദ്ദേശത്തോടെ പുറത്തിറങ്ങിയ ഞാൻ വീടിന് ചുറ്റും വേഗത്തിൽ നോക്കി. എന്നാൽ അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. 4 പാടും മരങ്ങളില്ലാത്ത തുറസായ പറമ്പായതുകൊണ്ട് തന്നെ ആര് വന്നാലും പോയാലും വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കേണ്ടതാണ്. എന്നാൽ ഈ ഇരുട്ടിലും ഇങ്ങനൊരു രൂപം പെട്ടെന്ന് എങ്ങോട്ടാണ് പോയെന്നോ എവിടേക്കാണ് മറഞ്ഞതെന്നോ എനിക്ക് മനസ്സിലായില്ല. യാതൊരു അടയാളവും ബാക്കി വയ്ക്കാതെ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഒന്നും കണ്ടെത്താനാവാതെ ഞാൻ തിരികെ വീട്ടിലേക്ക് കയറി. അച്ഛനെ നോക്കിയപ്പോൾ പകൽ സമയത്തെ ജോലിയുടെ കടുത്ത ക്ഷീണം കാരണം അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. പുറത്ത് നടന്നതൊന്നും അറിയാതെ ഉറങ്ങുന്ന അച്ഛനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായി ഞാൻ. ആ വിജനമായ പറമ്പിൽ ഞാൻ കണ്ടത് എന്തായിരുന്നു എന്ന ചോദ്യം എൻ്റെ മനസ്സിൽ മുഴങ്ങാൻ തുടങ്ങി. ആ രാത്രിക്ക് ശേഷം എൻ്റെ മനസ്സിൽ മുഴുവൻ ഉത്തരം കിട്ടാത്ത കുറേ സംശയങ്ങളായിരുന്നു. പുകമഞ്ഞ് പോലൊരു ഗോളമായി വന്നു നിന്ന ആ രൂപം തിരിച്ചു പോയപ്പോൾ എങ്ങനെയാണ് മനുഷ്യനെപ്പോലെ 2 കാലുകളിൽ നടന്നു പോയത്? തലയില്ലാത്ത ആ ശരീരത്തിന് ഉടുക്കാനുള്ള ആ നരച്ച കാവ്യമുണ്ട് എവിടെ നിന്നാണ് കിട്ടിയത്? ആകമൊത്തം സംശയങ്ങളുടെ ഒരു മാറാപ്പം തന്നിട്ടാണ് ആ രൂപം ഇരുട്ടിലേക്ക് മറഞ്ഞത്. ഇതിനെല്ലാം പുറമെ എന്നെ ചിന്തിപ്പിച്ച് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമ്മയുടെ വീട്ടിൽ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അന്ന് 5 വർഷമായിരുന്നു. ആദ്യമൊക്കെ ഞാനും അമ്മൂമ്മയും മാത്രമായിരുന്നു അവിടെ താമസം. അച്ഛനും അമ്മയുമൊക്കെ പിന്നീടാണ് അങ്ങോട്ടേക്ക് വന്നത്. അമ്മമ്മ കളിക്കുളങ്ങര വലിയ വിളക്കിന് പോയാൽ പിറ്റേ ദിവസമേ തിരിച്ചു വരികയുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ആ വീട്ടിൽ തീർത്തും ഒറ്റയ്ക്കായിരുന്നു. അന്നൊന്നും എനിക്ക് ഇങ്ങനൊരു അസ്വാഭാവിക അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. എന്നിട്ടും വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന ആ രാത്രി തന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായത്? എന്തായാലും അതിനുശേഷം ഇന്ന് വരെ ഞാൻ ആ വ്യക്തിയെയോ രൂപത്തെയോ എങ്ങും കണ്ടിട്ടില്ല. ആർക്കും എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത, എന്നാൽ എൻ്റെ ഓർമ്മകളിൽ ഏറ്റവും വ്യക്തമായി പതിഞ്ഞ, ഉത്തരം കിട്ടാത്ത ഒരു അനുഭവമായി ഇത് ഇന്നും അവശേഷിക്കുന്നു. യാത്രകൾ എപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ കാഴ്ചകളും അനുഭവങ്ങളുമാണ്. എന്നാൽ ചില യാത്രകൾ നമ്മുടെ യുക്തിക്കപ്പുറത്തുള്ള ചില അദൃശ്യ ലോകങ്ങളിലേക്കും ചില തിരിച്ചറിവുകളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ഒരു സാധാരണ ദിവസമായിരുന്നു അന്ന്. ഞാനും എൻ്റെ ഉറ്റ സുഹൃത്ത് ആദ്യം കൂടി ഒരു യാത്ര തിരിച്ചു. അന്തിക്കാടുള്ള കെട്ടിടത്തിലെ പണികൾ തീർക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ചാലക്കുടിയിൽ നിന്നും വണ്ടിയെടുത്ത് ഞങ്ങൾ ഇരിങ്ങാലക്കുട കാട്ടൂരും പിന്നിട്ട് വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. യാത്രക്കിടയിലെ സംസാരങ്ങൾക്കും തമാശകൾക്കുമിടയിൽ ഞങ്ങൾ പെരിങ്ങോട്ടുകര എന്ന പ്രദേശത്തേക്ക് പ്രവേശിച്ചു. തൃശ്ശൂർ ജില്ലയിലുള്ള പെരിങ്ങോട്ടുകരയെപ്പറ്റി കേൾക്കാത്തവരോ അറിയാത്തവരോ ആയി കേരളത്തിൽ അധികമാരും ഉണ്ടായിരുന്നില്ല. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിഗൂഢതകളും ഇഴചേർന്ന് കിടക്കുന്ന മണ്ണാണത്. പ്രസിദ്ധമായ അവണേക്കാവ് വിഷ്ണുമായ ക്ഷേത്രം, കാനാടിക്കാവ്, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തുടങ്ങി ഒട്ടേറെ ആത്മീയ സങ്കേതങ്ങൾ കുടികൊള്ളുന്ന ഇടം. ഈ പ്രദേശത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിന് എന്തെന്നില്ലാത്ത ഒരു മാറ്റം സംഭവിക്കുന്നത് പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയും. പുറത്ത് കടുത്ത വേനലാണെങ്കിലും സൂര്യൻ എത്ര ചുട്ടു പൊള്ളിച്ചാലും പെരിങ്ങോട്ടുകരയിലെ ഒരു പ്രത്യേക പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പ്രകൃതി പെട്ടെന്ന് ശാന്തമാകും. പിന്നെ വല്ലാത്തൊരു തണുപ്പാണ്. ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുന്ന ഒരു പ്രത്യേകതരം കുളിര് അവിടെ എപ്പോഴും തങ്ങിനിൽപ്പുണ്ട്. വെറുമൊരു തണുപ്പ് മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുന്ന വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്രസരിപ്പ് ആ പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ പുരാതന ക്ഷേത്രങ്ങളുടെയും അവിടുത്തെ അദൃശ്യമായ ചൈതന്യത്തിൻ്റെയും സാന്നിധ്യമാകാം ഒരുപക്ഷെ ആ നിഗൂഢ കാലാവസ്ഥയ്ക്കും സമാധാനത്തിനും കാരണം. പെരിങ്ങോട്ടുകരയുടെ അസാധാരണമായ തണുപ്പിലൂടെയും പ്രശാന്തതയിലൂടെയും ഞങ്ങളുടെ യാത്ര തുടരുകയായിരുന്നു. ആ നിഗൂഢമായ അന്തരീക്ഷം ആസ്വദിച്ച് പതിയെ വണ്ടി ഓടിക്കുന്നതിനിടയിലാണ് റോഡിൽ തികച്ചും അവിചാരിതമായി ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെ നിൽക്കുന്നു. ആളെ കണ്ട ഉടനെ വണ്ടി നിർത്തി ഞങ്ങൾ അവനോട് വിശേഷങ്ങൾ ചോദിച്ചു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ ഒരു സന്തോഷവും ആവേശവും അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. വഴിയിലുള്ള ആ നിൽപ്പ് അധികം നേരം നീണ്ടില്ല. എൻ്റെ വീട് തൊട്ടടുത്താണ്, നിങ്ങളൊന്ന് വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങി. ജോലിയുടെ തിരക്കുണ്ടായിരുന്നെങ്കിലും അവൻ്റെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ അവനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അധികം ആൾതാമസമില്ലാത്ത വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ വീട് സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ അവനെ കൂടാതെ അവൻ്റെ പ്രായമായ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്കിടയിലും വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് ആ മുത്തശ്ശി ഞങ്ങളെ സ്വീകരിച്ചത്. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ച് സമയമേറുന്നത് കൊണ്ട് പണിക്ക് വൈകരുതല്ലോ എന്നോർത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ യാത്ര പറയാനായി എഴുന്നേറ്റു. ഇറങ്ങാൻ നേരം ആ മുത്തശ്ശി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു 10ാം ക്ലാസ്സിൽ പൊതിഞ്ഞ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. വലിയ സ്നേഹത്തോടെ അവർ ആ പൊതി ഞങ്ങൾക്ക് നേരെ നീട്ടി. ഇതൊരു സ്പെഷ്യൽ പലഹാരമാണ്, നിങ്ങൾ യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് കഴിച്ചോളൂ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ സ്നേഹ സമ്മാനവും വാങ്ങി അവരോടും സുഹൃത്തിനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. സമയം വൈകുന്നതിനാൽ ഇനി എങ്ങും നിർത്താതെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നായിരുന്നു മനസ്സിൽ. ഞാൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ആദി തൊട്ടടുത്തും. കാർ മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ മുത്തശ്ശി തന്ന ആ സ്പെഷ്യൽ പലഹാരം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾ. വിശപ്പ് തോന്നിത്തുടങ്ങിയപ്പോൾ ആ പൊതി അഴിച്ചു നോക്കാമെന്ന് കരുതി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ആദിയോട് ആ കടലാസ് പൊതി തുറക്കാൻ പറഞ്ഞു. പൊതി തുറന്ന് അവൻ ഒരു നിമിഷം അത്ഭുതത്തോടെ അതിലേക്ക് നോക്കി. ഞാനും ഒന്ന് പാളി നോക്കി. കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. വെളുത്ത ഒരു കട്ട പോലുള്ള പലഹാരം, പക്ഷെ അതിന് നടുക്കായി ആരോ മുറുക്കി തുപ്പിയതുപോലെ കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു പാട്. കണ്ടിട്ട് ചെറിയ അറപ്പ് തോന്നിയെങ്കിലും സ്പെഷ്യൽ പലഹാരമാണെന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് കഴിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. വായിലിട്ടത് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് രുചിയും ഗന്ധവും ഒരു പാൻ മസാല ചേർത്ത മുറുക്കാൻ്റെതിന് സമമായിരുന്നു. ആ തള്ള മുറുക്കി തുപ്പിയതാണോ ഇതിൽ എന്ന് ഞങ്ങൾ പരസ്പരം നോക്കി തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു. എന്തായാലും നല്ല രുചി ഉണ്ടായിരുന്നുകൊണ്ട് അധികം ചിന്തിക്കാതെ ആ പലഹാരം ഞങ്ങൾ മുഴുവനായും കഴിച്ചു തീർത്തു. പലഹാരം കഴിച്ചു തീർന്ന ശേഷം ആദ്യം വെറുതെ ആ പൊരിഞ്ഞ കടലാസിൻ്റെ ചുളിവുകൾ നിർത്തി ഒന്ന് വായിക്കാൻ നോക്കി. പഴയൊരു മനോരമ പത്രത്തിൻ്റെ പേജായിരുന്നു അത്. ഡ്രൈവിംഗ് സീറ്റിനിടയിൽ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പത്രത്തിലൂടെ വെറുതെ കണ്ണോടിച്ച അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് ഞാൻ കണ്ടു. അവൻ വല്ലാതെ ഞെട്ടിത്തരിച്ചിരിക്കുന്നു. അവനെ കണ്ട് വണ്ടി ഒതുക്കി ഞാനും ആ പത്രക്കടലാസിലേക്ക് നോക്കി. എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അതൊരു സാധാരണ വാർത്താ പേജ് ആയിരുന്നില്ല, മറിച്ച് മരണവാർത്തകൾ വരുന്ന നിര്യാതരായി എന്ന പേജായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രത്തിലേക്കാണ് ആദി വിരൽ ചൂണ്ടിയത്. ദേവകിയമ്മ 88 എന്ന പേരിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മറ്റാരുടേതുമല്ല. നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ചിരിച്ചുകൊണ്ട് യാത്രയാക്കിയ, സ്വന്തം കൈകൊണ്ട് ഞങ്ങൾക്ക് പലഹാരം പൊരിഞ്ഞു തന്ന അതേ മുത്തശ്ശിയുടേത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. പത്രത്തിൽ വന്ന അബദ്ധമാകും, അല്ലെങ്കിൽ ഒരേ മുഖച്ഛായുള്ള മറ്റാരെങ്കിലും ആകാം എന്ന് കരുതി ഞങ്ങൾ വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കി. ഓരോ തവണ നോക്കുമ്പോഴും ഞങ്ങളുടെ ഭയം കൂടിക്കൂടി വന്നു. സംശയമില്ല, അത് അവർ തന്നെയായിരുന്നു. ആ നിമിഷം കാറിനുള്ളിൽ പൂർണ്ണമായ നിശബ്ദത തളം കെട്ടി നിന്നു. ഞങ്ങളുടെ സിരകളിലൂടെ ഒരു കൊടുന്തണുപ്പ് ഇരച്ചു കയറുന്ന പോലെ തോന്നി. ഞങ്ങൾ ആരുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്? ആരാണ് ഞങ്ങൾക്ക് ഈ പലഹാരം തന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഞങ്ങളെ വരിഞ്ഞുമുറക്കാൻ തുടങ്ങിയിരുന്നു. പത്രത്തിൽ വന്ന അച്ചടിപ്പിശകാകാം എന്ന് മനസ്സിനെ നിർബന്ധിച്ച് വിശ്വസിപ്പിച്ച് ഞാൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും കാര്യങ്ങൾ ഞങ്ങളുടെ കൈവിട്ട് പോകാൻ തുടങ്ങിയിരുന്നു. എൻ്റെ തല വല്ലാതെ കറങ്ങുന്ന പോലെ തോന്നി. കണ്ണിലെ കാഴ്ചകൾക്കെല്ലാം വല്ലാത്തൊരു അവ്യക്തത. ചുറ്റും നടക്കുന്നതെല്ലാം കാണാം, എന്നാൽ ബുദ്ധി കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുതരം മരവിപ്പ് എന്നെ പൊരിഞ്ഞു. വണ്ടി തുടർന്ന് ഓടിക്കാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് ആദ്യോട് ഡ്രൈവ് ചെയ്യാൻ പറയാമെന്ന് കരുതി ഞാൻ അവനെ നോക്കി. പക്ഷേ അവൻ്റെ അവസ്ഥ എന്നേക്കാൾ ദയനീയമായിരുന്നു. അവനാകെ കിളിപോയ അവസ്ഥയിലായി. സമനില തെറ്റിയതുപോലെ സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. ആ പലഹാരത്തിൻ്റെ വലിയൊരു പങ്കും അവനാണ് കഴിച്ചിരുന്നത്. ഒരുതരം ഓളം വെട്ടിൽ യാന്ത്രികമായി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. എത്ര സമയം എത്ര ദൂരം അങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ബോധം തെളിഞ്ഞു. ചുറ്റും നോക്കുമ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുട എത്തിയിരിക്കുന്നു. അതായത് അന്തിക്കാട്ടേക്ക് പോകേണ്ടിയിരുന്ന ഞങ്ങൾ എങ്ങനെയോ തിരിച്ച് അവിടെ തന്നെ എത്തിയിരിക്കുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് അനുഭവപ്പെട്ട അസ്വാഭാവികമായ മരവിപ്പും തലകറക്കവും പൂർണ്ണമായി മാറിയിരിക്കുന്നു. കിളി തിരിച്ചു വന്നെങ്കിലും വല്ലാത്തൊരു ക്ഷീണവും കടുത്ത വിശപ്പും രണ്ടു പേർക്കും ഉണ്ടായിരുന്നു. അധികം ആലോചിച്ച് നിൽക്കാതെ നേരെ കണ്ട ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി ഞങ്ങൾ അകത്ത് കയറി ബാത്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായ ശേഷം ഭക്ഷണം ഓർഡർ ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിക്കുന്നത്. ഞങ്ങൾക്ക് പണിക്ക് പോകേണ്ടിയിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമയായിരുന്നു ഇത്. ഇത്ര സമയമായിട്ട് ഞങ്ങളെ കാണാത്തത് കൊണ്ട് വിളിക്കുകയാവും എന്ന് കരുതി ഞാൻ ഫോൺ എടുത്തു. ഞാൻ ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് അയാൾ കടുത്ത പരിഭ്രമത്തോടെ ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഞാൻ പാതി വഴിയിൽ നിന്ന് തിരിച്ചു പോന്ന കാര്യം മാത്രം പറഞ്ഞു. വഴിയിലുണ്ടായിരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചില്ല. അത് കേട്ടതും മറുതലക്കിൽ നിന്ന് വളരെ വലിയൊരു ആശ്വാസത്തോടെ അയാൾ പറഞ്ഞു,
ഭാഗ്യം നിങ്ങൾ വരാത്തത് നന്നായി. അത് കേട്ട് ഞാൻ അമ്പരപ്പോടെ കാര്യം തിരക്കി. അയാളുടെ മറുപടി ഞങ്ങളുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. എടാ, ഇവിടെ തീ പിടിച്ചു. കെട്ടിടം ആകെ കത്തി തവിട് പൊടിയായി. നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നേനെ. എൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ പോകേണ്ടിയിരുന്ന ആ കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. ആ പലഹാരം കഴിച്ച് ഞങ്ങളുടെ സമനില നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ എത്തുമായിരുന്നു. ആ വൻതീയിൽ അകപ്പെട്ട് ഞങ്ങൾ വെടിയുറാവുകയും ചെയ്യുമായിരുന്നു. ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. പലഹാരം ഞങ്ങളുടെ ജീവൻ എടുക്കാൻ വന്നതായിരുന്നില്ല, മറിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആരോ നൽകിയതായിരുന്നു. ഫോൺ കട്ട് ചെയ്ത ശേഷം മരവിച്ച കൈകളോടെ ഞാൻ ആദിയെ നോക്കി. എൻ്റെ മുഖത്തെ വല്ലാത്ത ഭാവം കണ്ട് അവനും എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലായിരുന്നു. ഫോണിലൂടെ അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഞാൻ വിക്കി അവരോട് പറഞ്ഞു. ഞങ്ങൾ പണിക്ക് പോകേണ്ടിയിരുന്ന ആ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നുവെന്നും കൃത്യസമയത്ത് അവിടെ എത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവൻ വെണ്ണീറായനെ എന്ന സത്യം ഉൾക്കൊള്ളാൻ അവനും കുറച്ച് സമയമെടുത്തു. മരണത്തിൽ നിന്നും തഴുനാരിലേക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിൽ ഞാൻ വലിയ നെടുവീർപ്പോടെ അവനോട് പറഞ്ഞു. എടാ, നിൻ്റെ കൂട്ടുകാരൻ കാരണം നമ്മളിന്ന് രക്ഷപ്പെട്ടു. ആ അജ്ഞാതനായ സുഹൃത്തിനോടുള്ള നന്ദിയോടെയാണ് ഞാനത് പറഞ്ഞത്. ആ പലഹാരം നൽകി അവൻ ഞങ്ങളെ വൈകിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പക്ഷെ അത് കേട്ടതും ആദി കടുത്ത അമ്പരപ്പോടെ എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനോ? എടാ, അവൻ നിൻ്റെ കൂട്ടുകാരനല്ലേ? ആ ചോദ്യം കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, നിനക്കെന്താ വട്ടായോ? ഞാൻ ആ മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. നിൻ്റെ പരിചയക്കാരനാണെന്ന് കരുതിയാണ് ഞാൻ ഒന്നും ചോദിക്കാതെ നിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് വന്നത്. അത് കേട്ട് ആദിയുടെ മുഖം വിളറി വെളുത്തു. അവൻ പറഞ്ഞു, അല്ലടാ, നീ വണ്ടി നിർത്തി അവരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നിൻ്റെ കൂട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കും അവനെ യാതൊരു മുൻപരിചയവുമില്ല. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം തറഞ്ഞു നിന്നുപോയി. രണ്ടുപേർക്കും അവനെ മുൻപരിചയമില്ല. പിന്നെ എന്തിനാണ് ആ മനുഷ്യൻ ഞങ്ങളെ നിർബന്ധിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? ആർക്കും പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ ചെന്നിട്ടാണോ ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത്? ജീവിച്ചിരിപ്പില്ലാത്ത ഒരു മുത്തശ്ശിയിൽ നിന്നാണോ ഞങ്ങൾ പലഹാരം വാങ്ങിച്ച് കഴിച്ചത്? ഞാനും ആദ്യം ആ ഹോട്ടലിലിരുന്ന് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. സത്യാവസ്ഥ എന്താണെന്നറിയാൻ തിരികെ അവൻ്റെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഉള്ളിൽ വല്ലാത്തൊരു പേടിയായിരുന്നെങ്കിലും ആ നിഗൂഢതയുടെ ചുരുൾ അഴിച്ചില്ലെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം അജ്ഞാതൻ്റെ വീട് ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്തു. പെരിങ്ങോട്ടുകരയുടെ ആ തണുപ്പിലേക്കും നിഗൂഢതകളിലേക്കും ഒരിക്കൽ കൂടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്ന വഴിയിലൂടെ പെരിങ്ങോട്ടുകരയിലേക്ക് വണ്ടി വിട്ടു. നെഞ്ചിടിപ്പോടെ കൃത്യമായ സുഹൃത്തിനെ കണ്ടുമുട്ടിയ ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ ഞങ്ങളെ കാത്തിരുന്നത് മറ്റൊരു വലിയ ഞെട്ടലായിരുന്നു. രാവിലെ ഞങ്ങൾ കയറിയ ആ വീട് അവിടെ ഉണ്ടായിരുന്നില്ല. പകരം അവിടെ ചെറിയൊരു കോഫി ഷോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നുകൊണ്ട് ചുറ്റും പകച്ചു നോക്കുന്ന ഞങ്ങളെ കണ്ട് കടയുടമ ചോദിച്ചു, എന്തുപറ്റി? എന്തെങ്കിലും വെച്ച് മറന്നോ? ഞങ്ങൾ വല്ലാത്ത സംശയത്തോടെ അയാളോട് ചോദിച്ചു. അതിന് ചേട്ടൻ ഞങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പിന്നെ, നിങ്ങളല്ലേ ഇന്ന് രാവിലെ വന്ന് ചായ കുടിച്ച് കോക്കനട്ട് ബർഫിയും വാങ്ങിപ്പോയത്? ഇത് കേട്ട് തരിച്ചു നിന്ന ഞങ്ങളുടെ നേരെ അയാൾ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന ആ പലഹാരം ചൂണ്ടിക്കാണിച്ചു. അതേ വെളുത്ത കട്ട പോലെ ഇരിക്കുന്ന അതേ പലഹാരം. അതിൽ മുറുക്കി തുപ്പിയതുപോലെ കണ്ട ചുവന്ന പാട് എന്താണെന്ന് ഞങ്ങൾ അയാളോട് ചോദിച്ചു. ക്യാരറ്റ് ഹൽവ കൂടി ചേർത്ത് ബർഫി ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ചുവപ്പ് നിറം വന്നതെന്ന് അയാൾ വളരെ സാധാരണമായി വിശദീകരിച്ചു. കൂടുതൽ സംശയങ്ങൾ ചോദിച്ച് അയാളെ അമ്പരപ്പിക്കാതിരിക്കാൻ ആ ബർഫി ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും വാങ്ങാൻ വന്നതാണെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങൾ 2 എണ്ണം കൂടി വാങ്ങി കഴിച്ചു നോക്കി. പക്ഷേ രാവിലെ കഴിച്ച ആ മുറുക്കാൻ്റെ രുചി അപ്പോൾ അതിനുണ്ടായിരുന്നില്ല. ഇത്തവണ ഞങ്ങൾക്ക് തല കറങ്ങിയതുമില്ല. ഞങ്ങൾക്കറിയാമായിരുന്നു രാവിലെ ഞങ്ങൾ അനുഭവിച്ചത് ഇതൊന്നും ആയിരുന്നില്ല എന്ന്. ഞങ്ങളെ വഴിതെറ്റിച്ചതും പലഹാരം തന്നതും രക്ഷിച്ചതുമൊക്കെ മനുഷ്യരല്ലായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാതെ അദൃശ്യമായ ഏതോ ശക്തി അപരിചിതരുടെ രൂപത്തിൽ വന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണെന്ന തിരിച്ചറിവോടെ ഞങ്ങൾ മടങ്ങി. തിരിച്ചു പോരുന്നതിനിടയിൽ ആദ്യം കാറിൻ്റെ സീറ്റിൽ നിന്ന് മരണവാർത്തയടിച്ച ആ പത്രക്കടലാസ് തപ്പിയെടുത്തു. ആ അവിശ്വസനീയമായ അനുഭവത്തിൻ്റെ ഒരേ ഒരു ഭൗതിക തെളിവായി 2018 വരെ അവനത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. എന്നാൽ 2018 മഹാപ്രളയത്തിൽ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ചാലക്കുടി പുഴ ആ തെളിവും കൊണ്ട് എന്നേക്കുമായി ഒഴുകിപ്പോയി. കാലം എത്ര കഴിഞ്ഞാലും പെരിങ്ങോട്ടുകരയിലെ ആ തണുപ്പും ആ അപരിചിതരും ഇന്നും ഞങ്ങളുടെ ഓർമ്മകളിൽ ഉത്തരം കിട്ടാത്ത കടങ്കഥയായി അവശേഷിക്കുന്നു.